അസ്സലാമു അലൈക്കും. പ്രസവിച്ച പെണ്ണിനെ തന്നെ കെട്ടണം നിനക്ക്? എത്ര നല്ല ആലോചനകൾ വന്നെടുക്കണോ? ഈ ഒന്ന് മൂളിയാൽ മതി. നാളെ വേണമെങ്കിൽ എൻ്റെ നിക്കാഹ് ഞാൻ നടത്തി തരും. ഇത് വേണ്ട ജുനൈസേ, ഞാൻ സമ്മതിക്കൂല. ദേഷ്യം ഇരച്ചു കയറിയ ഭാവത്തോടെ അവർ പറഞ്ഞു. കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചവൻ അവർക്ക് നേരെ നോക്കി. അല്ല ഉമ്മ, നിങ്ങൾ എനിക്ക് ആരെയോ കണ്ടുവച്ചിരിക്കുന്നത്? തീർത്തും ശാന്തമായി അവൻ ചോദിച്ചു. കളത്തിൽ വീട്ടിലേക്ക് മരുമോളായി കയറി വരാൻ ഈ നാട്ടിലെന്തേ പെണ്ണില്ലേ? ഈ ഒന്ന് മൂളിയാൽ മതി. പെരുമയും തറവാടുള്ള നല്ല പെൺകുട്ടികൾ ഇവിടെ എൻ്റെ മുമ്പിൽ നിർത്തും. കുടുംബമഹിമയുടെ അഹങ്കാരം നിയലിച്ച വാക്കുകൾ ആ വീട്ടിൽ പ്രതിധ്വനിച്ചു. എങ്കിൽ ഉമ്മ എനിക്ക് കണ്ടെത്തിക്കോളൂ. പേരും പെരുമയും തറവാടുമുള്ള എൻ്റെ കുഞ്ഞിന് മുല കൊടുക്കാൻ പറ്റുന്ന ഒന്നാം കെട്ടുകാരിയായ ഒരുവളെ. അവസാന വാക്കുന്നോണം പറഞ്ഞുകൊണ്ടവൻ മുറ്റത്തേക്കിറങ്ങി. ജുനൈസേ, മുറ്റത്ത് ഗാർഡൻ ഏരിയയിലെ സിമൻറ്റ് ബെഞ്ചിലിരിക്കുന്നവനെ അലിവോടെ വിളിച്ചുകൊണ്ടയാൾ അവനരികിൽ നിന്നു. ഉപ്പാ. ആർദ്രമായ ആ ചുളിവ് വീണ കൈകളിൽ അവൻ മെല്ലെ പിടിച്ചു. ആരെതിർത്താലും അനക്കൊപ്പം ഞാൻ ഉണ്ടാവും മോനെ. അവശത നിയലിച്ച ആ മിഴികളിൽ അവനെ ഓർത്തും ആ കുഞ്ഞിനെ ഓർത്തും വേദന നിറഞ്ഞു. സാരല്ലുപ്പാ, പഠിച്ചവൻ എന്നും കണ്ണീര് മാത്രം തരൂലല്ലോ. അവൻ്റെ മടിയിൽ അമ്മിഞ്ഞപ്പാലിനായി പരതുന്നൊരു കുഞ്ഞു ചുണ്ടുകൾ കാണെ അവനിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരുപാട് തിന്നു കഴിഞ്ഞവനാണ് താൻ. പുറമേടിക്ക് ഉമ്മ എന്നൊരാൾ ഉണ്ടെങ്കിലും പണവും പ്രതാപവും നോക്കി തിരഞ്ഞെടുത്ത പോറ്റുമാക്ക് സ്വന്തം ചോരയിൽ പിറന്ന 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ അവൻ അന്യനായി. ഇനിയും ഒരു ജുനൈസ് ഈ തറവാട്ടിലുണ്ടാവരുത്. പണത്തിൻ്റെ ഇറങ്ങിൽ തിളങ്ങുന്ന ഒരു പാതിയും തനിക്കിനി വേണ്ട. കുഞ്ഞിനെ മാറോട് ചേർത്തവൻ ഒരു ഉറച്ച തീരുമാനത്തോടെ അവിടെ നിന്നും എണീറ്റു. ഉച്ചവേലിന് പോലും ചൂടില്ലെന്ന് തോന്നിയെങ്കിലും ഒരാഴ്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന പെരുമഴയ്ക്ക് ഒരു ശമനം കിട്ടിയതോർത്തവൾ പഠിച്ചവനെ സ്തുതിച്ചു. ബക്കറ്റിൽ കുന്നുകൂടി കിടക്കുന്ന തുണികളും പിടിച്ചവൾ അലക്കുകല്ലിനരികിലെത്തി. ധൃതിയിൽ ഓരോന്നും കുത്തിപ്പൊയിഞ്ഞെടുക്കുമ്പോഴും തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുമോനെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മുഴുവനും. പ്രസിദ്ധമായ അത്താണിക്കൽ തറവാട്ടിലെ ഇളം തലമുറക്കായി മാഷിത്ത. പുറംഗേറ്റിൽ മങ്ങിയ ചുവരെഴുത്തിനിപ്പോൾ പഴയ പ്രശസ്തിയും പെരുമയും ഏതുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് മാത്രം നല്ല പുരോഗതി കൈവന്നിട്ടുണ്ട് എന്നവൾ ഓർത്തു. പ്രശസ്തിയുടെ കൊടുമുഴയിൽ നിൽക്കുന്ന സമയത്താണ് ഉപ്പ തനിക്ക് വേണ്ടി ഒരുവനെ കണ്ടെത്തിയതും കൈ ചേർത്ത് കൊടുത്തതും. സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം. പണം മടക്കുന്ന പുതുപ്പെണ്ണിന് ഭർത്തൃഗൃഹത്തിൽ സുഖവും സൗഖ്യവും. 6 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ കുസുമങ്ങളായി 3 പൊന്നോമനകൾ. ഉമ്മച്ചി, വാവ കരയുന്നു. മാംസം പേരിന് മാത്രമുള്ളൊരു കുഞ്ഞുടൽ അവൾക്കരികിൽ എത്തി പറഞ്ഞു. ചിന്തകൾക്ക് വിരാമമിട്ടവൾ അയയിൽ വേഗത്തിൽ തുണികൾ വിരിച്ച് പിന്നെ നെയ്റ്റിയിൽ കൈയൊന്ന് തുടച്ച് അകത്തേക്ക് കയറി. കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും എടുത്ത് നനഞ്ഞ നെയ്റ്റിയുടെ മേലെ ഒരു മുണ്ട് മടക്കി വിരിച്ചവൾ അമ്മിഞ്ഞപ്പാൽ കുഞ്ഞിൻ്റെ വായിലേക്ക് കൊടുത്തു. തൻ്റെ മാറിൽ നിന്നും കിനിയുന്ന ഓരോ തുള്ളിയും കുഞ്ഞുമോൻ്റെ വിശപ്പകറ്റുമ്പോൾ രാവിലെ കുടിച്ച ഒരു ഗ്ലാസ് കട്ടൻ ചായയിൽ അവളുടെ ശരീരം വിറകൊണ്ടു തുടങ്ങിയിരുന്നു. കൊതിയോടെ തൻ്റെ മാറിലേക്ക് നോക്കുന്ന 2.5 വയസ്സുകാരനെ കണ്ടപ്പോൾ ഹൃദയം വിങ്ങി. അവളുടെ കണ്ണുകൾ കണ്ണുനീറാൽ നിറഞ്ഞു വന്നു. പട്ടിണി കോലങ്ങൾ. മാംസം നിറഞ്ഞ് ചുവന്നു തുടുത്ത തൻ്റെ ശരീരം ഇപ്പോൾ അസ്ഥികൾ പുറമേ കാണാൻ പാകത്തിന് ആയിരിക്കുന്നു. ജീവിക്കണം. ഈ കുഞ്ഞു വയറുകൾ വിഷപ്പടക്കി സന്തോഷിക്കുന്നത് കാണണം. മെല്ലിച്ച് രണ്ടാമനെ അരികിലേക്ക് ചേർത്ത് പിടിച്ചവൾ തൻ്റെ ഒട്ടിയ കവളിൽ ചുംബനം പകർന്നു. വിശക്കുന്ന പൊന്നിനെ. വീണ്ടും മറുകവളിൽ ഉമ്മ ചൊരിഞ്ഞുകൊണ്ടവൾ വാത്സല്യത്തോടെ അവനോട് ചോദിച്ചു. അപ്പാപ്പൻ തരുമോ ഉമ്മച്ചി? കുഞ്ഞുമോൻ ഈമ്പിക്കൊടുക്കുന്ന ശബ്ദം കൗതുകത്തോടെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. അവല് നനച്ചു ധരിച്ച ഉമ്മാൻ്റെ പൊന്നിനെ. അവൻ മതിയെന്ന് തലയാട്ടി. ഉറങ്ങിത്തുടങ്ങിയ കുഞ്ഞുമോനെ പതിയെ അടർത്തി മാറ്റി തൊട്ടിലിൽ കിടത്തി അവൾ രണ്ടാമനെ വാരിയെടുത്തു. തുള്ളിക്കളിച്ച് നടക്കേണ്ട പ്രായം. ഒന്ന് നിവർന്ന് നടക്കാൻ പോലും ആ കുഞ്ഞുടലിന് ആവതില്ല. എടുക്കാനോ കൊഞ്ചിക്കാനോ ആരുമില്ലെന്ന് അവർക്കറിയാം. ജോലി ചെയ്യുമ്പോൾ പോലും വിശന്നാലും കരയാതെ പിടിച്ചു നിൽക്കും അവർ. കൊടുക്കുന്ന ഒരു വറ്റുപോലും നിലത്ത് കളയാതെ കൊതിയോടെ തിന്നുന്നത് കാണുമ്പോൾ ഉള്ളം പിടിയും. രാജകുമാരന്മാർ പോലെ വളരേണ്ടവർ. ഒരു നെടുവീർപ്പോടെ അവൾ ഓർത്തു. പഠിച്ചോൻ കാണുന്നുണ്ട്. കനിയാതിരിക്കില്ല, ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പാണ് നിത്യവും തന്നെയും ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവയിൽ വെള്ളവും ശർക്കരയും ചേർത്ത് ചെറുതായി നനച്ചെടുത്തു. പറമ്പിൽ നിന്ന് രാവിലെ കിട്ടിയ നാളികേരം തൊണ്ടടർത്തി പൊളിച്ച് തിരുകി അതിന് മുകളിൽ വിതറി. വീണ്ടും എല്ലാം കൂടെ ഒന്നുടച്ച് ചെറിയ ഉരുളകളാക്കി ഒരു തട്ടത്തിൽ വെച്ച് കൊടുത്തു. കുഞ്ഞിക്കൈകൾ താനെ കഴുകി അടുക്കളയിലെ കുഞ്ഞു സ്റ്റൂളിൽ കയറിയിരുന്നവൻ ഓരോ ഉരുളകളും രുചിയോടെ
കഴിക്കാൻ തുടങ്ങി. 5-6 ഉരുകൾ കഴിച്ച് തന്നെ നോക്കി ഇന്നാ ഉമ്മച്ചി എന്ന് പറഞ്ഞു. ആ കുഞ്ഞു കൈകൾ കൊണ്ട് തന്നെ അവൻ്റെ പാത്രത്തിൽ നിന്നും അവൾക്കും കൊടുത്തു. കണ്ണീർ ചാലിച്ച അവളുടെ കണ്ണുകളെ തുടച്ചു കൊടുത്ത് ആ കുഞ്ഞു ചുണ്ടുകളും വിതുമ്പി തുടങ്ങിയിരുന്നു. പൊന്നെ, ഉമ്മച്ചിക്ക് മതിയേടാ. കുറച്ച് ഉരുളകൾ കൂടി അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ടവൾ അത് മുഴുക്കെ അവനെ കൊണ്ട് കഴിപ്പിച്ചു. കുഞ്ഞു വയർ അല്പം വീർത്തിരിക്കുന്നു. അല്പം വെള്ളം കൂടി കൊടുത്ത് വീണ്ടും ആ വയറിൽ അവൾ തലോടി. എൻ്റെ വയറിൽ വാവ വന്നു ഉമ്മച്ചി? അല്പം മുന്തിയ വയറ് നോക്കി അവൻ ചിരിയോടെ ചോദിച്ചു. വന്നല്ലോ പൊന്നോ. ആ വയറിലേക്ക് മുഖം കൊണ്ടൊരുസി ഇക്കിളിയാക്കി കൊണ്ടവൾ പറഞ്ഞു. ഇനി പൊന്നു വാവയുടെ റൂമിൽ പോയി കുറച്ചു നേരം കിടന്നോ. ഉമ്മച്ചിക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട് കേട്ടോ. അവൾ പറഞ്ഞു തീർന്നതും അവൻ റൂമിലേക്ക് ഓടി. ആ കുഞ്ഞിക്കാലടികൾ നോക്കി അവളൊരു നെടിവീർപ്പോടെ അവിടുത്തെ പണികളിലേക്ക് കടന്നു. കയ്യിലെ പാൽക്കുപ്പിയിലേക്ക് നേർപ്പിച്ച് പാലൊഴിച്ച് കുഞ്ഞിരയിൽ ചെല്ലുമ്പോൾ അവൾ കരഞ്ഞുറങ്ങിയിരുന്നു. പാൽക്കുപ്പി മേശമ്പൽ വെച്ച് അവളെ എടുത്ത് കൈകളിൽ ഒതുക്കി പിടിച്ച് ആ പിഞ്ചുകാലിൻ്റെ പഞ്ഞിക്കെട്ട് പോലെയുള്ള പാദത്തിൽ അവൻ മൃദുമായി ഇക്കിളി കൂട്ടി. വിശപ്പ് കൊണ്ടവളൊന്ന് വിമ്മി കണ്ണുകൾ തുറക്കാതെ ചുണ്ടു പിളർത്തി വീണ്ടും ഉറക്കിലേക്ക് തന്നെ പോയി. ഞാൻ മരിച്ചാൽ ഇക്ക വേറെ കിട്ടുമോ? കൗതുകത്തോടെ തൻ്റെ കണ്ണിലേക്ക് നോക്കിയ 2 കണ്ണുകൾ. എന്തൊക്കെയോ അവൾക്ക് പറയാനുണ്ടായിരുന്നു. ദേഷ്യം പിടിച്ചുകൊണ്ട് നീ ഒന്ന് പോയേ നേഷ്യം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ നനഞ്ഞു കുതിർന്ന കൺതടങ്ങൾ മുന്നിലെ കാഴ്ചകൾക്ക് തടസ്സം വന്ന പോലെ പ്രവഹിച്ച് തുടങ്ങിയിരുന്നു. ഓർമ്മകളുടെ ചെറുതുരത്തിൽ അവനൊരു അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെ പറന്നു തുടങ്ങി. അവൻ ഓർക്കുകയായിരുന്നു അവളെക്കുറിച്ച്. നൈഷാന, പാൽനിലാവ് പോലെ മുഞ്ചി നിറഞ്ഞവൾ. ഒന്ന് നോക്കിയാൽ വീണ്ടും ആർക്കുമൊന്ന് നോക്കാൻ തോന്നുന്ന അത്ര നിഷ്കളങ്കത നിറഞ്ഞ മുഖമുള്ളവർ. എന്തെങ്കിലും സംസാരിച്ചാൽ അത് കേൾക്കണമെങ്കിൽ അവൾ ഓരം ചേർന്ന് നിൽക്കണമായിരുന്നു. എന്നാണ് അവൾ ആദ്യമായി കണ്ടത്? ചിന്തയുടെ കൊടുമുടയിൽ നിന്നും ഒരു നീരുറവ ഉറവ പൊട്ടി പതിയെ ഒഴുകി തുടങ്ങി. അധ്യാപകനായി ആദ്യം ജോലിക്ക് കയറിയത് ഒരു പാരലൽ കോളേജിലായിരുന്നു, +1 +2കാരെ പഠിപ്പിക്കാൻ. കോളേജിലെ ആദ്യ ദിവസം ബേക്ക് ഷെഡിൽ ഒതുക്കി വെച്ച് ഓഫീസ് റൂമിലേക്ക് നടക്കും വഴിയാണ് ഒരു പെൺകുട്ടിയും അവളുടെ ഉപ്പയും അങ്ങോട്ടേക്ക് വന്നത്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നില്ല എന്ന് അടുത്തുള്ള ആരോടോ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. കുഞ്ഞു കുട്ടികളെ പോലെയുള്ള കരച്ചിലും ഉപ്പയോട് ചേർന്നുള്ള നിൽപ്പും കണ്ടപ്പോൾ ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും തൽക്കാലം ചിരിയൊക്കെ ഒതുക്കി കുറച്ചു നേരം അവരെ നോക്കി അവിടെ നിന്നു. അവർ ഓഫീസ് റൂമിലേക്ക് പോകുന്നത് കണ്ട് തന്നെ അവർക്ക് പുറകെ ഓഫീസിൽ കയറി രജിസ്റ്ററിൽ ഒപ്പം വെച്ച് അവളെ ഒന്നുകൂടി നോക്കിയിട്ടാണ് പുറത്തിറങ്ങിയത്. എന്തോ അവളിലെ കുട്ടിത്തം തന്നെയാണ് ആ നോട്ടത്തിന് പിന്നിലും. കുറച്ചു കഴിഞ്ഞപ്പോൾ +1 സാറായ തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഒരു ചിരിയോടെ അകത്തേക്ക് കയറി ചെന്നെങ്കിലും നോട്ടം അവളിലേക്ക് എത്തിയപ്പോൾ അവൾ അപ്പോഴും മൂക്ക് പിഴിഞ്ഞ് ഉപ്പയെ ചുരുണ്ട് ഉപ്പയുടെ അടുത്ത് നിൽക്കുകയാണ്. ജുനൈദ് സാറേ, ന്യൂ അഡ്മിഷനാണ്. നൈഷാന അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടിയാ. പക്ഷെ അലോട്ട്മെൻറ്റിലെ പേര് വന്നിട്ടില്ല. ഇതാട്ടോ നിങ്ങളെ ക്ലാസ് ഇൻചാർജ് ജുനൈദ് സാറ്. ആ ഉപ്പ തന്നെ നോക്കി ചിരിച്ചെങ്കിലും അവളൊന്ന് തല ഉയർത്തി പോലും നോക്കിയില്ല. ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ എന്ന് ഒരു ഔപചാരികതയോടെ ഞാൻ ചോദിച്ചു. ഇന്നീ കോലത്തിൽ ഇവിടെ ഇരുന്നാലേ കുട്ടികൾ ചിലപ്പോൾ കളിയാക്കും ഇവളെ. ഒരു ചിരിയോടെ അവളെ നോക്കി മാത്രം ഉപ്പ പറഞ്ഞപ്പോൾ അത്രയും നേരം കരഞ്ഞവൾ കൂർപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് നോക്കി. വെള്ളാരം കണ്ണുകൾ പോലെ മനോഹരമായ കണ്ണുകൾ, കണ്ണിനിടയിലും പരിഭവം നിറച്ചു വെച്ച് നോട്ടം. ഞാനൊന്ന് തല കുടഞ്ഞ് ക്ലാസ്സിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് പതിയെ ക്ലാസ്സിലേക്ക് നടന്നു. അന്നവൾ ക്ലാസ്സിലേക്ക് വന്നില്ല. ക്ലാസ്സിലെ തിരക്കിൽ അവരെ അന്ന് കണ്ടതുമില്ല. പിറ്റേന്ന് ഉപ്പയാണ് അവളെ കോളേജിലേക്കാക്കിയത്. ക്ലാസ് വരെ അദ്ദേഹം കൂടെ കയറുകയും അവിടെയുള്ള കുട്ടികളോട് അവളെ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. അന്ന് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൾക്ക് കുറച്ച് കൂട്ടുകാരി കിട്ടിയിരുന്നു എന്ന് തോന്നി. ഇന്നലെ കരഞ്ഞു വിളിച്ച ആളല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പുതുതായി വന്ന ഓരോരുത്തരെയും പരിചയപ്പെടുന്നതിനിടയിൽ അവളെയും പരിചയപ്പെട്ടു. പതിഞ്ഞ സ്വരത്തിൽ നൈഷാന എന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ലെങ്കിലും പിന്നെയും അവളോട് എന്താ എന്ന് ചോദിക്കേണ്ടി വന്നു. കുറച്ച് പാടുപെട്ടാണ് അവൾ ഉച്ചത്തിൽ അവളുടെ പേര് പറഞ്ഞത്. തൽക്കാലം മറ്റൊന്നും ചോദിക്കാതെ അവളെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് അറ്റൻഡൻസ് എടുത്ത് ക്ലാസ് തുടങ്ങി.
ദിവസങ്ങൾ കൊഴിഞ്ഞു നീങ്ങി. അവളുടെ പതുങ്ങിയുള്ള ശബ്ദം ഒഴിച്ചാൽ ബാക്കി എല്ലാ പഠന കാര്യങ്ങൾക്കും ആൾ ഉഷാറായിരുന്നു. ഒരിക്കൽ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴാണ് പുറത്തു നിന്നും എത്തി നിൽക്കുന്ന രണ്ട് തലകൾ കണ്ടത്. ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആ രണ്ടു പേരും എൻ്റെ ടേബിളിന് മുന്നിൽ വന്ന് സാർ എന്ന് വിളിച്ചപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അസൈൻമെൻറ്റ് പേപ്പറുകൾ മാറ്റിവെച്ച് അവരെ നോക്കി. നേഷാനയും ദൃശ്യയും. എന്താ രണ്ടുപേരും കൂടി? അത് 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 പിന്നെ സാർ, ഇവൾക്ക് ഇവൾക്ക് അല്ല, തലവേദനയാണ്, തലവേദന. സാർ വീട്ടിൽ പോകണമെന്ന് ദീപ മിസ്സിനോട് പറഞ്ഞിരുന്നു. സാറിനോട് ഇൻഫോം ചെയ്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു മിസ്സ്. ദൃശ്യ ഇത്രയും പറഞ്ഞെങ്കിലും നേഷാൻ അപ്പോഴും തലയും താറ്റി നിൽപ്പാണ്. എന്തോ കള്ളത്തിന് മണക്കുന്നുണ്ടല്ലോ. രണ്ടിനും ഒരു പതർച്ച പോലെ. ഉള്ളിലൊരു സംശയം പൊങ്ങി വന്നു. ആണോ നേഷാന, നിനക്ക് തലവേദനയാണോ? അവളെ നോക്കി തന്നെ ചോദിച്ചു. അതെ സാർ, അവൾ തലയാട്ടി സമ്മതിച്ചു. അപ്പോഴേക്കും ദീപ മിസ് അങ്ങോട്ട് വന്നിരുന്നു. അല്ല, നിങ്ങളിതുവരെ പോയില്ലേ? നേഷാന വയറുവേദന കുറഞ്ഞോ? അവളുടെ തോളിൽ തട്ടി മിസ് ചോദിച്ചപ്പോൾ ഞാൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റിരുന്നു. എന്നോട് തലവേദന, മിസ്സിനോട് വയറുവേദന. സത്യം പറ, ക്ലാസ് കട്ട് ചെയ്ത് രണ്ടാളും എങ്ങോട്ടാ? ഇരുവരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ദൃശ്യം തല താത്തി നിന്നു. ജുനൈസ് സാറേ, പിള്ളേരെ വെറുതെ പേടിപ്പിക്കാതെ. നേഷാനയ്ക്ക് പീരീഡ്സ് ആണ്, വയറുവേദനയും. സാറിനോട് പറയാൻ മടിച്ച് അത് തലവേദന ആക്കിയതാവും. അവർ പോവട്ടെ സാറേ, ഞാൻ ഓട്ടോ വിളിച്ചിരുന്നു. മിസ് അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ അവിടെ തേടി ചെന്നിരുന്നു. അവൾക്ക് വല്ലാതെ ജാള്യത തോന്നി അവർക്ക് മുന്നിൽ നിൽക്കാൻ. ഞാൻ അറിഞ്ഞില്ല മിസ്സേ, ആദ്യം ഈ പിള്ളേരെ അങ്ങനെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ വെറുതെ, എനിക്ക് ഉമ്മയും പെങ്ങളൊക്കെ ഉള്ളതാട്ടോ എന്ന് പറഞ്ഞവൻ അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇറ്റി വീഴാറായ കണ്ണുനീർ തുള്ളികളെ കണ്ണിൽ നിറച്ചവൾ അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു. അത് കാണെ അവൻ്റെ ഉള്ളിലും ഒരു നനവേറി, എന്തിനെന്നറിയാതെ. എന്താടാ ജുനേ, വല്ല പ്രണയം ഒറ്റാണോ? വൈകുന്നേരം വീടിനടുത്തുള്ള മൈതാനത്തെ കൂട്ടുകാരോട് അവളെക്കുറിച്ച് പറഞ്ഞ മാത്രയിൽ വന്ന കമൻ്റാണ്. പ്രണയോ? ആ കൊച്ചു പെൺകുട്ടിയോടോ? അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. അതെന്താ, കൊച്ചു പെൺകുട്ടി വളരില്ലേ? വിവാഹ പ്രായമെത്തില്ലേ? ഇത് പ്രണയം മണ്ണാങ്കട്ടി ഒന്നല്ല. എനിക്കൊരു കൂടപ്പിറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവളെപ്പോലെ ഒരുവളെ കിട്ടണമെന്ന് എനിക്ക് തോന്നിപ്പോവും ചിലപ്പോൾ. അത്രയ്ക്ക് ക്യൂട്ടാണ് ആള്. അവളുടെ മുഖം കണ്ണിൽ തെളിമയോടെ വന്ന നേരം ഹൃദയത്തിൽ നിന്നൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. വീട്ടിലുള്ള രണ്ടെണ്ണം ഇപ്പോഴും നിന്നോട് മിണ്ടാറില്ലേടാ? ഒരു നെടുവീർപ്പോടെ ശരത്തവൻ്റെ തോളിൽ കൈയിട്ട് ഇരുന്നു. സ്വന്തം ഉമ്മാൻ്റെ വയറ്റിൽ നിന്നും വന്നതല്ല എന്നറിഞ്ഞ നാൾ തൊട്ട് ഞാൻ അവർക്ക് ആരുമില്ലടാ. ഇക്കാക്ക എന്ന് വിളിച്ച് എൻ്റെ കൂടെ ഇടതും വലതും തിരിയാതെ നിന്ന പിള്ളേരാ. വിഷം കുത്തി നിറക്കാൻ ചുറ്റിന് ആളുകളേറെ ഉള്ളതുകൊണ്ട് ആ സ്നേഹവും സന്തോഷവും അധികം നാൾ നീണ്ടു നിന്നില്ല. ഇപ്പോൾ നേർക്കുനേർ കാണുന്നത് തന്നെ അപൂർവ. ഒരു വരണ്ട ചിരിയോടെ അവൻ പറഞ്ഞു. പോട്ടെടാ, എനിക്ക് ഞങ്ങളില്ലേ? ആ 4 പേരും അവനെ പൊതിഞ്ഞു പിടിച്ചു. വീട്ടിൽ കയറി ചെന്നാൽ തെളിമയില്ലാത്ത ഓരോ മുഖങ്ങളിൽ നിന്നും വിരയുന്ന അവജ്ഞ മനസ്സിൽ മുറിപ്പാടായി പടർന്നു തുടങ്ങിയ നേരമാണ് അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കാൻ പോകുന്നത്. ഫുട്ബോളും ക്രിക്കറ്റും ഷട്ടിലും ഒക്കെ ഓരോ ഭാഗങ്ങളിൽ അരങ്ങ് തകർക്കുന്ന ആരവങ്ങളും കുറച്ച് സമയങ്ങളെങ്കിലും മനസ്സൊന്ന് തണുക്കാൻ പറ്റുന്ന കാഴ്ചകൾ സമ്മാനിച്ചപ്പോൾ ദിനവും ഈ വരവ് ഒരു ചരിയായി മാറി. അങ്ങനെ കണ്ട് പരിചിതമായ 5 പേർക്കിടയിൽ 6ാമനായി കൂട്ടുചേരുമ്പോൾ കൂടപ്പിറപ്പുകൾ പോലും കാണിക്കാത്ത സ്നേഹവും കരുതലും കൊണ്ട് ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഇന്നും അവർ തന്നെയാണ് തന്നെ മനസ്സിലാക്കാനും പൊതിഞ്ഞു പിടിക്കാനും തളരുമ്പോൾ കരുത്തേകാനും കൂടെയുള്ളത്. വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞതും അവൻ്റെ മുഖം മങ്ങി. ആദ്യ പടിയിൽ ചവിട്ടിപ്പോൾ തന്നെ ആക്രോശം. ഓഹോ, വന്നോ? എനിക്ക് തോന്നുമ്പോൾ കയറി വരാനേ, ഇത് സത്രമൊന്നല്ല കേട്ടോ. നശിച്ചവൻ. പല്ലുകൾ ഇറുകി കണ്ണിൽ പക നിറച്ചവൻ അവനെ നോക്കി. ഉമ്മയാണ്. അവൻ മനസ്സിൽ പലവട്ടം ഏറ്റു പറഞ്ഞു. മുഷ്ടി ചുരുട്ടി സ്വയം ശാന്തനാവാൻ ശ്രമിച്ചു. ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നവനെ കലിയോടെ നോക്കിയവൻ. ഈ തറവാടിൻ്റെ അവകാശം ഒരിക്കലും എനിക്ക് കിട്ടൂല ജുനൈസേ. അതെൻ്റെ മക്കൾക്ക് മാത്രമുള്ളതാ. അന്ന് ഞാൻ ഇവിടുന്ന് ഇറക്കും, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പട്ടിയെപ്പോലെ. മനസ്സിൽ ആളിപ്പടരുന്ന അഗ്നിയിൽ പകയുടെ എണ്ണ പകർന്നവർ ഗൂഢമായി ചിരിച്ചു. ദിനങ്ങൾ ശരവേഗം കൊഴിഞ്ഞുപോയി. +1 ക്ലാസ്സുകൾക്ക് വിരാമം കുറിച്ച് അടുത്ത അധ്യയന വർഷവും കടന്നു പോകാറായി. +2 പൊതുപരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ്സിൽ തൻ്റെ ജീവിതകഥ പറയുകയായിരുന്നു ജുനൈസ്.
സമ്പന്ന കുടുംബത്തിൽ ജനിച്ച സ്നേഹനിധികളായ ഉമ്മയുടെയും ഉപ്പയുടെയും ആദ്യ കൺമണി എങ്ങനെയാണ് സ്നേഹമെന്ന മൂന്നക്ഷരത്തിൻ്റെ വേദന അറിഞ്ഞു തുടങ്ങിയതെന്ന്. ചെറുപ്പത്തിൽ തന്നെ മരണത്തിൻ്റെ മണം നിറഞ്ഞ ഉമ്മയെക്കുറിച്ച്, പിന്നീട് വന്ന രണ്ടാനുമ്മയെക്കുറിച്ച്, അവരിൽ നിന്നും പതിയാകുന്ന സ്നേഹലാളനയെക്കുറിച്ച് അവൻ വാചാലമായി പറഞ്ഞു. കാരണം തന്നെപ്പോലെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉറപ്പായും അവൻ തൻ്റെ അടുക്കിൽ വരുമെന്നും അവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ എല്ലാം ചെയ്തു നൽകാനും അവൻ ആഗ്രഹിച്ചിരുന്നു. പച്ചയായ ജീവിതം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവൻ തെളിമയോടെ ചിരിച്ചു. ഞാൻ തളരില്ല, തകരില്ല. ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ദൃഢമായ വാക്കുകളിൽ അവൻ ഒരു നിമിഷം പറഞ്ഞു നിർത്തി. കരഘോഷങ്ങൾ നിറഞ്ഞ സദസ്സ് അവനെ കണ്ണീരോടെ അഭിമാനത്തോടെ നോക്കി നിന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉള്ളിൽ നിറച്ചവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. തെറ്റിലേക്ക് സഞ്ചരിക്കാൻ ഒരുപാട് വഴികൾ നമുക്ക് മുന്നിലുണ്ടാകും. പക്ഷേ നന്മയുടെ വഴികൾ നമ്മൾ കണ്ടെത്തി മുന്നേറിയാലേ നമുക്ക് വിജയത്തിലെത്താൻ പറ്റൂ. എനിക്കാരുമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് കാര്യം, ആര് കാണാനേ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ചുറ്റുമുള്ള ലോകം നമ്മെ നോക്കുന്ന ഒരു ദിനത്തിന് വേണ്ടി പൊരുതുക, പരിശ്രമിക്കുക, വീണ്ടും 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 പരിശ്രമിക്കുക. നമുക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. എല്ലാവരിലും നവോന്മോഷം നിറച്ച് വേദിയിൽ നിന്ന് അവനിറങ്ങുമ്പോൾ കണ്ണിമ ചിമ്മാതെ അവനിൽ ലയിച്ചൊരു ബാക്ക് ബെഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു നൈഷാന. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാണ് നൈഷു പുറത്തേക്കിറങ്ങിയത്. സാറിന് ചുറ്റും കുട്ടികളുണ്ട്. കുട്ടികളെയൊക്കെ ആലിംഗനം ചെയ്തും പെൺകുട്ടികൾക്ക് ഷേക്കാൻഡ് കൊടുത്തും അവരെയൊക്കെ സ്നേഹത്തോടെ യാത്രയാക്കുന്നുണ്ട്. ഒടുവിൽ അവന് മുന്നിൽ വന്നത് നൈഷാന ആയിരുന്നു. ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈകൾ നീട്ടി. അവൻ്റെ കൈകൾ കവരുമ്പോൾ, അവൻ്റെ ആശംസകൾ ഏറ്റുവാങ്ങുമ്പോഴും മുന്നിൽ നിൽക്കുന്നവനിൽ ഒരു ചെറു സ്നേഹമായി മാറാൻ അവളും കൊതിച്ചു തുടങ്ങിയിരുന്നു. വേദനകൾ കൊണ്ട് തുഴഞ്ഞ ജീവിതത്തിൽ അവനൊപ്പം ചേർന്ന് തുഴയാനായി ആരുമില്ലാത്തവന് എല്ലാം ആകാനാവും. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അധ്യാപകനാണെന്നും തൻ്റെ ഇഷ്ടം ആൾക്ക് ഉൾക്കൊള്ളാനാവുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നെത്തിയതും അവന് മുന്നിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളും വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ അന്നേ ദിവസം ജുനൈദ് സാറായിരുന്നു ചർച്ചാ വിഷയം. അവസാനം തൻ്റെ ഉള്ളുകൂടി വീട്ടുകാർക്ക് മുന്നിൽ പറയാൻ അവൾക്കൊട്ടും മടിയുണ്ടായിരുന്നില്ല. തൻ്റെ മാത്രം തീരുമാനമാണെന്നും സാറിൻ്റെ അഭിപ്രായം ഇഷ്ടമൊന്നും അറിയില്ലെങ്കിലും തനിക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തുമ്പോൾ സാറിനെ ആദ്യം പരിഗണിക്കണമെന്നും അവൾ വീട്ടുകാരോട് പറഞ്ഞു. ആദ്യം തമാശ പോലെ അവരതിനെ കണ്ടെങ്കിലും ആദ്യമായി ഒരാലോചന അവൾക്ക് വന്നപ്പോൾ ജുനൈദ് സാറിൻ്റെ പെണ്ണാവാൻ തനിക്ക് ഇഷ്ടമാണെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. പലരോടും അന്വേഷണങ്ങൾ നടത്തി ഒടുവിൽ ഒരാലോചനയുമായി അവർ ജുനൈദ് സാറിൻ്റെ വീട്ടിലേക്ക് പോയി. നൈഷാന ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു അന്ന്. സാറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ പലരിൽ നിന്നും ചോർത്തിയെടുത്തിരുന്നു. കാത്തിരുന്നിട്ട് അവസാനം നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറായില്ല. ഒരു ബ്രോക്കർ വഴിയാണ് ജുനൈസിൻ്റെ വീട്ടിലേക്ക് ആലോചന എത്തിയത്. ഉപ്പയുമായി സംസാരിച്ചതിൽ നിന്നും ജുനൈസിൻ്റെ തീരുമാനം പോലെ നടത്താമെന്ന് മറുപടി കിട്ടി. ഇനി തൻ്റെ ഊഴമാണ്. നേരിട്ട് കാണണം, സാറിനെ ഇഷ്ടമാണെന്ന് പറയണം, ജീവിതകാലം മുഴുവനും സ്നേഹിച്ച് കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുക്കണം. നേടിയെടുക്കാൻ എനിക്ക് വാശിയായിരുന്നു, നഷ്ടപ്പെടാതെ ഇരിക്കാനും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടു. സാർ അറിഞ്ഞു കാണണമെല്ലാം. എങ്കിലും 2 ദിവസങ്ങൾ കഴിഞ്ഞ് മെസ്സേജ് സാർ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ഇടയ്ക്ക് ഓൺലൈനിൽ ഉണ്ടെങ്കിലും തൻ്റെ മെസ്സേജ് മാത്രം ആൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒന്ന് സംസാരിച്ചാൽ പരസ്പരം മനസ്സിലാവുമല്ലോ. പിന്നീട് 1-2 മെസ്സേജുകൾ കൂടി അയച്ചു. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തു. ഇല്ല, ഒന്ന് നോക്കിയിട്ട് കൂടുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. സാറിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവിടെയും നോ റെസ്പോൺസ്. ഇനിയുള്ളത് എൻ്റെ അവസാനത്തെ വഴിയാണ്, നേരിട്ട് കാണുക. കുറേ ദിവസമായുള്ള കാത്തിരിപ്പുമൊക്കെയായി നൈഷാനയുടെ തല പുകഞ്ഞുകൊണ്ടിരുന്നു. നാളെ എന്തായാലും കാണുമെന്ന് ഉറപ്പിച്ചു. അവൾ കാത്തിരുന്നു ആ മനസ്സിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. മറ്റു കഥകളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ വിടാം. റമളാനൊക്കെ അല്ലേ, അതാണ് വൈകിയത്. എല്ലാവരും ഈ കഥ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണേ.